ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ വെയിറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ട്രൈ ചെയ്യുന്നവരാണോ? ഒരുപാട് നാൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ലേ? ദെൻ യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ നിലവിലുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നവരും മെയിൻ്റനൻസ് കലോറി എന്നൊരു ടേം അറിഞ്ഞിരിക്കണം. മെയിൻ്റനൻസ് കലോറി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണണേ. Let's get started. നമുക്കിപ്പോഴുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് കലോറീസിനെയാണ് മെയിൻ്റനൻസ് കലോറി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് കലോറിയേക്കാൾ കൂടുതൽ കലോറിയാണ് ഡെയിലി കഴിക്കുന്നതെങ്കിൽ നമുക്കവിടെ വെയിറ്റ് ഗെയിൻ സംഭവിക്കും. അതുപോലെ മെയിൻ്റനൻസ് കലോറിയേക്കാൾ താഴെയുള്ള ഒരു കലോറിയാണ് നമ്മൾ ഡെയിലി കഴിക്കുന്നതെങ്കിൽ നമുക്കവിടെ വെയിറ്റ് ലോസ് സംഭവിക്കും. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസാണ് കലോറി ഡെഫിസിറ്റ് ആൻഡ് കലോറി സർപ്ലസ്. അതായത് വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നവർ കലോറി സർപ്ലസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അതായത് അവരുടെ മെയിൻ്റനൻസ് കലോറിയേക്കാൾ കൂടുതൽ കലോറീസ് അവർ ഡെയിലി ഇൻടേക്ക് ചെയ്യണം. തിരിച്ച് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ കലോറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് സ്വീകരിക്കേണ്ടത്. അതായത് അവരുടെ മെയിൻ്റനൻസ് കലോറിയേക്കാൾ താഴെയുള്ളൊരു കലോറി ആയിരിക്കണം അവർ ഡെയിലി ഇൻടേക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ മെയിൻ്റനൻസ് കലോറി 2000 കലോറീസ് ആണെങ്കിൽ നിങ്ങൾ ഡെയിലി 2000 കലോറീസ് കഴിച്ചാൽ നിങ്ങളുടെ കറണ്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ആയിരിക്കും. അതിന് താഴെ കഴിച്ചാൽ നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കും. അതിന് മേലെ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ സംഭവിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മെയിൻ്റനൻസ് കലോറി കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ BMR കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ BMR കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ റെസ്റ്റിലിരിക്കുമ്പോൾ അയാളുടെ ബോഡി ഫങ്ഷനിങ് ആക്കി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജിയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ വെറുതെ ഇരുന്ന് TV കാണുക എന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ ബോഡി ഇപ്പോൾ റെസ്റ്റിലിരിക്കുക. അപ്പോഴും നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് സർക്കുലേഷൻ, അതിനെയാണ് BMR എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ റെസ്റ്റിലിരിക്കുമ്പോൾ എത്ര കലോറീസാണ് നിങ്ങളുടെ ബോഡി ബേൺ ചെയ്യുന്നത്. BMR കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മിഫ്ലിൻ സെൻജോർ ഫോർമുലയാണ്. ഇത് വിമനും മെന്നിനും സെപ്പറേറ്റ് ഫോർമുലയാണുള്ളത്. ഇതിൽ നിങ്ങളുടെ വെയിറ്റ്, ഹൈറ്റ്, ഏജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ BMR കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ മനസ്സിലാക്കി അത് ഈ BMRുമായി മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. ഇവിടെ ഞാൻ ആക്ടിവിറ്റി ലെവൽ, ഡിസ്ക്രിപ്ഷൻ, BMRുമായി മൾട്ടിപ്ലൈ ചെയ്യേണ്ട വാല്യൂ ഇതാ കൊടുത്തേക്കുന്നത്. ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ, അധികം എക്സസൈസ് ചെയ്യാത്തവർ, ഇവരൊക്കെ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. സെക്കൻഡ് കാറ്റഗറിയിൽ വാക്കിംഗ് പോലുള്ള ലൈറ്റ് എക്സസൈസ് ചെയ്യുന്നവർ, അതായത് ഒരു വീക്കിൽ ഒരു 1 to 3 ഡേയ്സ് വരെ എക്സസൈസ് ചെയ്യുന്നവരാണ് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്. തേർഡ് കാറ്റഗറി ഒരു മോഡറേറ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു വീക്കിൽ 3 to 5 ഡേയ്സ് എക്സസൈസ് ചെയ്യുന്നവരാണ് തേർഡ് കാറ്റഗറിയിൽ വരുന്നത്. ഇനി ലാസ്റ്റ് കാറ്റഗറി, അതായത് വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ളവർ, ഒരു വീക്കിൽ 6 to 7 ഡേയ്സ് എക്സസൈസ് ചെയ്യുന്നവർ. നിങ്ങളുടെ ആക്ടിവിറ്റി ലെവലിന് അനുസരിച്ച് വാല്യൂ മനസ്സിലാക്കി അത് നിങ്ങളുടെ BMRുമായി മൾട്ടിപ്ലൈ ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മെയിൻ്റനൻസ് കലോറി. നിങ്ങളുടെ മെയിൻ്റനൻസ് കലോറി 2000 കലോറീസ് പെർ ഡേ ആണ് എങ്കിൽ, നിങ്ങൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത് 1500 to 1700 ആയിരിക്കണം. ഒരിക്കലും 1500-ന് താഴെ പോകരുത്. ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 2300 കലോറീസ് ടു 2500 കലോറീസ് വരെ നിങ്ങൾക്ക് ഡെയിലി ഇൻടേക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈനായും മെയിൻ്റനൻസ് കലോറി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.